ഇന്നലത്തെ എപ്പിസോഡ് 72 കണ്ടവർക്കറിയാം. എപ്പിസോഡ് തീരുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നെവിനും ലക്ഷ്മിയും ഒരു കാര്യം ഇരുന്ന് സംസാരിക്കുന്നതാണ്. നെവിൻ്റെയും ലക്ഷ്മിയുടെയും സംസാരം അല്ലെങ്കിൽ അവരുടെ ചർച്ച അത് ഒരുപാട് നേരം നീണ്ടു നിന്നിരുന്നു. അത് പാതിരാത്രിയിൽ ലൈവ് കണ്ടവർ മാത്രമേ ശ്രദ്ധിച്ചു കാണുകയുള്ളൂ. നമുക്ക് എന്താണ് അവർ സംസാരിച്ചതെന്നൊക്കെ പറയാം. അതിനു മുമ്പായിട്ട് എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് ഇന്നലെ എപ്പിസോഡിൽ ഒരു പോർഷൻ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. അത് അനുമോള് നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ബിഗ് ബോസ്, എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു ബിഗ് ബോസ്, എന്നെ ഒന്ന് ക്യാപ്റ്റൻ ആക്ക് ബിഗ് ബോസ് എന്നൊരു ഡയലോഗ് അനുമോള് പറയുന്നത് കേട്ടപ്പോൾ സത്യമായിട്ടും എനിക്ക് സങ്കടം തോന്നി. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അനുമോളെ അനുകൂലിച്ചും അതുകൂടാതെ അനുമോളെ വിമർശിച്ചും ഒക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഒരു 4-5 ആഴ്ച അത് അനുമോള് കാരണമാണ് ഈ സീസൺ നല്ല രീതിയിൽ TRP കയറിയത്. എനിക്കങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആദ്യത്തെ ഒരു 4-5 ആഴ്ച അനുമോള് മാത്രമായിരുന്നു കണ്ടന്റ് നല്ല കാനത്ത രീതിയിൽ കൊടുത്തോണ്ടിരുന്നത്. പ്ലാച്ചിക് കഥ, കരച്ചിൽ കാട്, ഇങ്ങനെ എന്തോരം കണ്ടന്റ് ആഘോഷിച്ച് കൊടുത്തോണ്ടിരുന്നത് അല്ലേ. ആ സമയത്ത് അനുകൂലിക്കുകയും ചെയ്തു, മറ്റേ എന്താണ് വിയോജിച്ചിട്ട് ഞാൻ മറ്റേ കീറേണ്ട രീതി കീറിയും വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ ഇന്നലത്തെ ആ എപ്പിസോഡിൽ ആ ഒരു സങ്കടം അനുമോള് പറയുന്ന കേട്ടപ്പോൾ, ഒരു തവണയെങ്കിലും എന്നെ ഒന്ന് ക്യാപ്റ്റൻ ആക്കൂ ബിഗ് ബോസ് എന്നൊക്കെ ചോദിക്കുന്ന കേട്ടപ്പോൾ എന്തോ എവിടെയോ ഒരു സങ്കടം തോന്നി. അപ്പോൾ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 72 കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കൂടാതെ ഇന്നലെ രാത്രിയിൽ നമ്മുടെ ലക്ഷ്മിയും നെവിനും കൂടെ കുത്തിയിരുന്ന് എല്ലാവരുടെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അത് കൂടാതെ അനീഷേട്ടന് കൊടുത്ത പണി, അതിനെപ്പറ്റിയും സംസാരിക്കാനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്നലത്തെ എപ്പിസോഡിൽ ആദ്യമേ കാണിക്കുന്നത് പാട്ടിനുള്ള ഡാൻസ് കളിയല്ല. അതിന് പകരം തലേ ദിവസം, അതായത് നമ്മുടെ ലാലേട്ടൻ്റെ എപ്പിസോഡൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രിയിലും ആദിയിലെയും നമ്മുടെ ഷാനവാസിക്കയും കൂടെ ഇരുന്ന് രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുള്ള ചെറിയൊരു സംഭാഷണമാണ്. ഷാനവാസ് ഇക്ക കേട്ടോ, ഷാനവാസ് ഇക്ക എന്ന് വിളിച്ചില്ലെങ്കിൽ ചില ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഷാനവാസ് ചേട്ടാന്ന് ഞാൻ വിളിക്കണോ, ചില ആളുകൾ പറയുന്നു ഞാൻ അനീഷിനെ മാത്രമേ അനീഷ് ചേട്ടാന്ന് വിളിക്കുന്നുള്ളൂ, ഷാനവാസ് ചേട്ടാ എന്ന് വേണമെങ്കിൽ ഞാൻ ഇനി തൊട്ട് വിളിക്കാം കേട്ടോ. അപ്പൊ ഷാനവാസ് ചേട്ടനും ആദിലയും കൂടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആദില ഷാനവാസ് ചേട്ടനോട് പറയുന്നുണ്ട്, ഇക്ക നല്ലൊരു മനുഷ്യനാണ് ഇക്ക, പക്ഷേ ഇച്ചിരി മേൽ ഷോവിനിസം അവിടെയും ഇവിടെയായിട്ട് ഇക്കൊക്കെ ഉണ്ട്. അത് നിങ്ങൾ വന്ന ആ ഒരു ജനറേഷന്റെ കുഴപ്പമായിരിക്കും ഇക്ക. ഉടനെ ഷാനവാസ് ചേട്ടൻ പറയുന്നു, മെയിൽ ഷോവനിസം അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു നെറുപുഞ്ചിരിയോടുകൂടി എന്നെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തു അല്ലേ. ഉടനെ ആദില പറയുന്നു, ഞാനും നൂറയും സംസാരിച്ചിരുന്നു ഇക്ക ഈ ഒരു കാര്യം. ഉടനെ നമ്മുടെ ഷാനവാസ് ചേട്ടൻ, പുറത്തു പോകുന്ന മെസ്സേജ് എന്തായിരിക്കും ആദില എന്നെ പറ്റിയിട്ട് എന്ന് ഷാനവാസ് ചേട്ടനോട്. വേറെ ആര് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങളത് പറഞ്ഞല്ലോ, പുറത്ത് പോയിട്ട് ചർച്ച ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു വിഷയം. നിങ്ങൾ ഇവിടുന്ന് പുറത്തൊക്കെ പോയി ഈ ഒരു മാസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. അത് കഴിഞ്ഞ് പുറത്ത് പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റി ഈ ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടുപേർ കൂടെ ചർച്ച ചെയ്യാമായിരുന്നു. നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്തിനാണിത് ചർച്ച ചെയ്തത്? ഇവിടെ വെച്ച് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഡാമേജ് അത് ചെറുതല്ല ആദില എന്നൊക്കെ ഷാനവാസ് ചേട്ടൻ ഇരുന്ന് പറയുന്ന കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഷാനവാസ് ചേട്ടൻ ഡാൻസ് കളിക്കാനാണോ അവിടെ വന്നിരിക്കുന്നത്? അല്ലല്ലോ, ഗെയിം കളിച്ച് കപ്പും കൊണ്ട് പോകാനല്ലേ. ആ പിള്ളേരും ഗെയിം കളിക്കും അവിടെ. പക്ഷെ അവർ കളിക്കുന്ന ഗെയിം അത്ര നല്ല ഗെയിമാണെന്ന് ഞാൻ പറയുന്നില്ല. ഷാനവാസ് ചേട്ടൻ കളിക്കുന്ന ഗെയിമും നല്ലതാണെന്ന് പറയുന്നില്ല. അവിടെ ഒരാൾ കളിക്കുന്ന ഗെയിമും അതിഗംഭീരമായിട്ടുള്ള സൂപ്പർ ഗെയിമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾ അവിടെ നടക്കും. ഷാനവാസ് ചേട്ടൻ മേൽ ഷോവനിസ്റ്റ് ആണെന്ന് അവർ പറഞ്ഞിട്ട് വേണ്ട ജനങ്ങൾ അറിയാൻ. ഷാനവാസ് ചേട്ടൻ അതിനകത്ത് കളിക്കുന്ന ഗെയിം കാണുമ്പോൾ തന്നെ നാട്ടുകാർ, കുറച്ച് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും താങ്കൾ ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന്. പിടികിട്ടിയില്ല, എനിക്കങ്ങനെയാ തോന്നിയത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറ, ഈ ആദില രാത്രിയിൽ ആദിലെ നൂറേയും കൂടെ ഇരുന്ന് ചർച്ച ചെയ്താലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവത്തുള്ളൂ പുള്ളി ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണ്. പുള്ളി ഇന്നലെ നോമിനേഷൻ, ഞാനത് ഓൾറെഡി നമ്മൾ ലൈവിൽ പറഞ്ഞതാണ്, വേണമെങ്കിൽ ഇപ്പം തന്നെ അതങ്ങ് പറഞ്ഞേക്കാം. നോമിനേഷൻ സമയത്ത് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, എടി പോടി എന്നൊക്കെ അവൻ വിളിക്കുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ വിളിക്കാറില്ല എന്ന്. ഇന്നലെ ആദിലായിട്ടുള്ള വഴക്കിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 തവണയെങ്കിലും പുള്ളി എടി പോടി എന്നൊക്കെ വിളിക്കുന്ന ഞാൻ കേട്ടു. പുള്ളി മാനിപ്പുലേറ്റർ ആണ്. പുള്ളി പലതും വിളിക്കും. പുള്ളിയുടെ ഒരു മെയിൽ ഷോവനിസം പുള്ളിക്ക് പക്കയായിട്ടുണ്ട്. ഇല്ലാതൊന്നും പുള്ളി, ചിലപ്പം പുള്ളിയും തർക്കിക്കൊന്നുമില്ല കേട്ടോ, തർക്കിക്കുന്നൊന്നുമില്ല പുള്ളി, ഇല്ലാന്നൊന്നും പുള്ളി പറയുന്നില്ല. പക്ഷെ അത് പുറത്തു പോയി ചർച്ച ചെയ്താൽ പോരെ എന്നായിരുന്നു പുള്ളി ചോദിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താ? അതിൻ്റെ അകത്ത് വെച്ച് ചർച്ച ചെയ്തെന്നും പറഞ്ഞ് പുള്ളിയുടെ ഡാമേജ് മറ്റേ അങ്ങ് കൂടുമെന്നാണോ? ഒന്നും അവർ പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഡാമേജ് കൂടാനൊന്നുമില്ല.
ഡാമേജ് ആയിട്ട് തന്നെ, അത് പുള്ളിയുടെ ക്യാരക്ടറിൽ നിന്ന് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവും. അത് പിന്നെ അവിടെ ഇരുന്ന് അവർ സംസാരിക്കും. അതിനകത്ത് ഇപ്പൊ അവരെ അങ്ങോട്ട് കുറ്റാനോ കുറെ പേര് പറയുന്നത് കേട്ടു, എന്താണ് ആദിലയും നൂറയും കൂടെയും ഷാനവാസിനെ പുറകിന്ന് കുത്തി. എന്ത് പുറകിന്ന് കുത്തിയെന്ന്? ഗെയിമാ അവിടെ നടക്കുന്നത്. അവിടെ പുറകിന്ന് കുത്തും, മുന്നിൽ നിന്ന് കുത്തും, സൈഡിൽ നിന്ന് കുത്തും. ഇതൊക്കെ കുറെ കാലങ്ങളായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇതിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ചായിട്ടുള്ളൂ കാണാൻ തുടങ്ങിയിട്ട്. എനിക്കിതൊരു ഗെയിം ആണെന്ന് മനസ്സിലായപ്പോഴേ ഞാൻ ഉറപ്പിച്ചു ഇതിനകത്ത് പലതും കാണും, പല വൃത്തികേടുകളും നടക്കുന്നുണ്ട്. നല്ല വൃത്തിക്ക് നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ അനീഷിനോട് ചെയ്ത വൃത്തികേട് പറയാം, അതിനെ പറ്റിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യ്. അപ്പൊ എന്താണെങ്കിലും ഷാനവാസ് ആദില ഈ ഒരു ടോക്കിന് ശേഷം പിന്നെ എപ്പിസോഡിൽ കാണിക്കുന്നത് രാവിലെ പാട്ട് എല്ലാവരും തുള്ളിച്ചാട്ടം കഴിയുമ്പോഴത്തേക്ക് പിന്നെ മറ്റേ മോർണിംഗ് ഒരു സൂര്യ നമസ്കാരം ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ബിഗ് ബോസ് പറയും. മറ്റേ കയറും പിടിച്ചോണ്ടുള്ള നടപ്പ് നമ്മൾ പറഞ്ഞതാണ് ലൈവ് അപ്ഡേറ്റ്സിൽ തന്നെ. അതിനെപ്പറ്റി ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഞാൻ മറ്റേ ഇങ്ങനെ ചൊറിഞ്ഞു കീറി പറയുന്നില്ല കേട്ടോ. പറയേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പ്രോപ്പർ ഒരു എപ്പിസോഡ് റിവ്യൂ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പിസോഡ് കണ്ട നിങ്ങളുടെ ഫ്രണ്ടിൽ വീണ്ടും ഞാൻ അത് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കുത്തിക്കയറ്റാം, അത്രേ ഉള്ളൂ. അല്ലാതെ ചുമ്മാ ക്യാപ്റ്റൻസി എന്താണ്, അതിങ്ങനെയാണ്, മറ്റേതാണ്, ഒന്നുമില്ല. ക്യാപ്റ്റൻസി നിങ്ങൾ കണ്ടതാണല്ലോ, മറ്റേ കയറ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് നടക്കുന്നുണ്ട്, അതവിടെ തുടങ്ങി. അതിനുശേഷം നോമിനേഷൻ നടക്കുന്നുണ്ട്. ഈ നോമിനേഷൻ സമയത്ത് അനീഷേട്ടൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, യോജിക്കാൻ പറ്റുന്നില്ല അനീഷേട്ട, പ്രത്യേകിച്ച് നിങ്ങളത് പറഞ്ഞുകൊണ്ട്. അത് വേറൊന്നുമല്ല, ഷാനവാസിനെയും നമ്മുടെ നൂറേനെയാണ് അനീഷേട്ടൻ നോമിനേറ്റ് ചെയ്യുന്നത്. നൂറയുടെ കാര്യം പറഞ്ഞത് കറക്റ്റ്. പക്ഷെ ഷാനവാസിന്റെ കാര്യം പറയുമ്പം അനീഷേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരുപാട് പ്രശ്നങ്ങൾ ഷാനവാസ് ഉണ്ടാക്കി. കറക്റ്റ്. ഓവറായിട്ട് സൗണ്ട് ഉണ്ടാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ അടിച്ചമർത്തുക എന്നൊരു ധാരണ ഷാനവാസിനുണ്ട്. അതായത് ഒരുപാട് ഒച്ച ഉണ്ടാക്കിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അടച്ചമർത്താം എന്നുള്ളൊരു ധാരണ ഷാനവാസിനുണ്ടെന്ന് അനീഷേട്ടൻ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒന്ന് കൈവച്ചുപോയി. ഇതാരാ ഈ പറയുന്നത്? മുതലാളി ആരാ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. കാരണം അനീഷേട്ടൻ്റെ പരിപാടി അത് തന്നെയാണേ. എന്തെങ്കിലും ഒരു നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി സീനാക്കുക. ആ അനീഷേട്ടനാണ് പറയുന്നത് ഷാനവാസ് ഒച്ച ഉണ്ടാക്കി, ഓവറായി സൗണ്ട് ഉണ്ടാക്കി. അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പിന്നെ അനീഷേട്ടൻ ഗെയിമറാണ്. പക്ഷെ ഗെയിമർ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ അനീഷേട്ട സ്വന്തം കുഴി കുത്തിയത് കുഴിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അനീഷേട്ടൻ ചെയ്യുന്ന പരിപാടി ഷാനവാസ് ചെയ്യുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് ഷാനവാസിനെ കുറ്റം പറയാനൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും അനീഷേട്ടനെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അനീഷേട്ടൻ്റെ ഭാഗത്ത് തെറ്റ് കണ്ടാൽ ഞാനത് ചൂണ്ടിക്കാണിക്കും. ആരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിക്കുവേ. എന്നോട് അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ദേഷ്യം തോന്നല്ലേ. ഇതിപ്പോൾ അനീഷേട്ടൻ എനിക്ക് അതിൻ്റെ ആവശ്യം എന്താ? പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഗെയിമറാണ് പുള്ളി, കൊട്ടും, അങ്ങനെയും കാണാം, അങ്ങനെയും ഞാൻ കാണുന്നു. അതിനുശേഷം നമ്മുടെ നൂറയുടെ പേരാണ് പറയുന്നത്. നൂറയുടെ കാര്യം അനീഷേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. വേറൊന്നുമല്ല, ഇടക്കാലത്ത് സ്ട്രോങ് ആയിരുന്നു, ഇപ്പോൾ മറ്റേ ഗ്രാഫ് താഴത്തേക്ക് അങ്ങ് പോയി എന്ന് അനീഷേട്ടൻ പറയുന്നുണ്ട്. കറക്റ്റായിട്ടുള്ള കാര്യം, ഒരു തെറ്റുമില്ല അതിനകത്ത്. കാരണം പോയി നൂറായി. ഞാനും ആലോചിച്ചു എവിടെ പോയി ഈ കൊച്ചു, എന്ത് പറ്റി ഇതിനെന്ന്. ആദിലേനെ ഉപദേശിച്ച് നന്നാക്കാൻ നടന്ന് ആദില ഇപ്പൊ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക. നൂറയുടെ ഗ്രാഫ് താഴത്തേക്കും പോവുക. എന്തോ നമുക്ക് കണ്ടറിയാം എത്ര നാൾ നിൽക്കുമെന്ന്. ഞാൻ വിചാരിച്ചു ആദില പോയിട്ട് നൂറായിരിക്കും ചിലപ്പം ഒരു ഫൈനൽ 5 അല്ലെങ്കിൽ ഒരു ഫൈനൽ 6, 7 വരെയൊക്കെ എത്തുന്നതെന്ന്. പക്ഷെ എന്ത് വേണമെങ്കിലും ഇനി സംഭവിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഷാനവാസിന്റെ നോമിനേഷൻ നമ്മുടെ എപ്പിസോഡിൽ ബിഗ് ബോസ് മാമൻ കട്ട് ചെയ്ത് കളഞ്ഞേട്ടോ, നല്ല കനത്തിൽ. ഷാനവാസിന്റെ ഗംഭീരമായിട്ടുള്ള കഥ പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഷാനവാസ് പുറത്തിറങ്ങി എന്തെങ്കിലും എപ്പിസോഡ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഷാനവാസിന് സങ്കടം വരും. കാരണം ഷാനവാസ് കുത്തിയിരുന്ന് കഥ പറയുകയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ബിഗ് ബോസ് കാണിച്ചിട്ടില്ല. ലൈവിന്റെ അപ്ഡേറ്റിൽ ഞാനത് പറഞ്ഞതാ. എപ്പിസോഡിൽ ബിഗ് ബോസ് അത് കാണിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ കഥ പറയുന്നില്ല. കാരണം വെളുപ്പീര് കഥയാണ്, കുത്തിയിരുന്ന് വെളുപ്പിക്കുക സ്വന്തമായിട്ട്. ആ കഥയൊക്കെ ബിഗ് ബോസ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് ഇവൻ അങ്ങനെ വെളുക്കണ്ട എന്ന് ബിഗ് ബോസ് ചിലപ്പോൾ തീരുമാനിച്ച് കാണും. ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നത് മാത്രമേ പ്രോപ്പറായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നോമിനേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയാണല്ലോ. അപ്പോൾ 3 പേരും കൂടെ ആ കയറും പിടിച്ചുകൊണ്ട് നമ്മുടെ കിച്ചൻ്റെ അവിടെ നിൽക്കുമ്പോൾ നെവിൻ ഒരു തെമ്മാടിത്തരം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലോട്ട് കയറി മറ്റേ പാത്രം കഴുകാൻ വന്നിട്ട് അവർക്ക് ലാസ്റ്റ് ആ കയർ എടുക്കാനും പറ്റുന്നില്ല. ലാസ്റ്റ് ഇവൻ അവരെയും കൊണ്ട് നേരെ താഴെ കിടക്കുന്നു. അവിടെ കിടന്നൊരു കടിപിടി. എന്ത് കാര്യത്തിന്? ഗെയിം ചേഞ്ച് ചെയ്യാൻ നോക്കിയതായിരിക്കും, പക്ഷെ ചീറ്റിപ്പോയി, ഒന്നും നടന്നില്ല. അത് പ്രോപ്പറായിട്ട് നെവിൻ ഗെയിം ചേഞ്ച് ചെയ്യാനാണ് നോക്കിയെങ്കിൽ അത് പ്രോപ്പറായിട്ട് കളിക്കണമായിരുന്നു. ഇത് നെവിൻ്റെ കാട്ടായം കണ്ടു കഴിഞ്ഞാൽ ആര്യനെ ജയിപ്പിക്കണം. അനുമോളോടും മറ്റേ നമ്മുടെ ഇവനോടും ചെറുക്കനോടും സാബുമോനോടുള്ള ദേഷ്യം. കാരണം
അവർ രണ്ടുപേരുമാണ് മറ്റേ നമ്മുടെ നോമിനേഷൻ സമയത്ത് നെവിൻ്റെ പേര് പറഞ്ഞത്. അവർ പറഞ്ഞുകൊണ്ടാണ് നെവിൻ വന്നത് എവിക്ഷനകത്ത്. അതിൻ്റെ ഒരു ദേഷ്യം നല്ല വൃത്തിക്ക് നെവിൻ ഉണ്ടെന്ന് നെവിൻ ഇന്നലെ ആ പരിപാടി കാണിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് നെവിൻ എന്തെങ്കിലും മനസ്സിലാവുമായിരിക്കും പുറത്തിറങ്ങുമ്പോൾ. അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവൻ അവിടെ കിടന്ന് ഉരുളുക, ഈ അവിടെ എന്താണ് കിച്ചണിൽ കിടക്കുക, ഇവരുടെ ഈ കയറും എന്താണ് ഇവന്റെ കൈയുടെ ഇടയ്ക്ക് ലോക്ക് ചെയ്തിട്ടാണ് ഇവൻ അവിടെ കിടക്കുന്നത്. അപ്പൊ ആ സമയത്ത് നൂറയല്ല ആദില ചെന്നിട്ട് ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസിനോട് അപ്പം തന്നെ അതിലേക്കൊക്കെ കാര്യം മനസ്സിലായി. അതിൽ എന്നിട്ട് ബിഗ് ബോസിനോട് ക്യാമറയെ പറയുന്നുണ്ട് ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്തതിന്റെ വൈരാഗ്യം അവൻ അവിടെ കാണിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, അതിലേക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റി. എന്താണെങ്കിലും ചെന്നിട്ട് പറയുന്നുണ്ട് അവൻ അതിന്റെ വൈരാഗ്യം അവിടെ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനുമോള്, നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാതിരാത്രിയിൽ നമ്മുടെ ആദിലയും നൂറയുടെയും ഒരു ചർച്ചയുണ്ട്. അതിനകത്ത് നൂറ പറയുന്നൊരു കാര്യമുണ്ട് അതിലോട്, അനുമോളെ ഒന്നും നമ്മൾ ഇനി അധികം അങ്ങോട്ട് വിശ്വസിക്കുകയൊന്നും വേണ്ട, അധികം അടുപ്പിക്കുകയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇന്ന് അനുമോൾ അവിടെ ആ ഒരു കിച്ചണിൽ നെവിൻ്റെ ഈ തോന്നിവാസം കാരണം അവിടെ പെട്ടിരുന്ന സമയത്ത് ആദിലയും നൂറയൊക്കെ നല്ല രീതിയിൽ അനുമോൾക്ക് ഓപ്പോസിറ്റ് നിന്ന് കളിക്കുന്നത് ഞാൻ കണ്ടു. മനസ്സിലായില്ലേ? അനുമോളെ കനത്ത രീതിയിൽ ചൊറിയുന്നത് ഞാൻ കണ്ടു. നീ എന്തിനാണ്, നീ അവനെന്തെങ്കിലും പറഞ്ഞ ഉടനെ ചെരിച്ച് ചൊറിയാനിരിക്കുവാണോ, നീ അങ്ങനെയാണ്, നീ മറ്റേതാണ്, മാടയാണ്, കോടയാണെന്നൊക്കെ പറഞ്ഞ് അനുമോളെ അങ്ങോട്ട് ഫയർ ചെയ്യുന്ന കണ്ട് രണ്ടു പേര് നിന്നിട്ട്, എന്താണെങ്കിലും അത് അവരുടെ ഗെയിം, അവർ കളിക്കട്ടെ, നല്ല രീതിയിൽ എന്തായാലും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ അവിടുന്ന് പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, നെവിൻ അതിലോട് പോയി പോളെ നിന്നെ കൊണ്ട് ക്യാപ്റ്റൻ അല്ലേ എന്തെങ്കിലും ഒന്ന് കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ക്യാപ്റ്റനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പിന്നെ ക്യാപ്റ്റൻ എണീറ്റ് വന്നിട്ട് നെവിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ അനുമോള് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട്, അയ്യോ അനുമോള് കുറേ തവണ അനുമോൾക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് കുറേ നേരമായി, രാവിലെ തുടങ്ങിയതല്ലേ ഈ കയറും പിടിച്ചോണ്ട്, എത്ര നേരം എന്ന് പറഞ്ഞ് മൂത്രം ഒഴിക്കാതിരിക്കും. അപ്പം അനുമോള് കൊച്ചിന് വയ്യാതെ ആയിട്ട് അവസാനം ക്യാമറയുടെ ബിഗ് ബോസ് മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന ബിഗ് ബോസ്, നിർത്ത് ബിഗ് ബോസ്, അല്ലെങ്കിൽ ഇത് ഒന്നൊന്ന് ഞാനൊന്ന് ക്യാപ്റ്റൻ ആയിക്കോട്ടെ ബിഗ് ബോസ്, ഒരു തവണ ഞാൻ ആയിക്കോട്ടെ എന്നൊക്കെ പാവം പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് നല്ല സങ്കടം തോന്നി കേട്ടോ അത് കേട്ടപ്പോൾ. എന്താണെന്നറിയത്തില്ല, സാധാരണ അനുമോളുടെ പല പരിപാടികൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ അത്ര വലിയ സങ്കടമൊന്നും തോന്നാറില്ല ഈ കരച്ചിലൊക്കെ കണ്ട. പക്ഷേ ഇത് അനുമോൾ അത് പറയുന്നത് കേട്ടപ്പോൾ എന്തോ എനിക്ക് എവിടെയോ നല്ല രീതിയിൽ സങ്കടമായി. ഒരു പെങ്കൊച്ച് അങ്ങനെയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് മൂത്രം ഒഴിക്കാതൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു പോലെ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. ബിഗ് ബോസിന് മനസ്സിലായി ഈ ടാസ്ക് എങ്ങും എത്തത്തില്ല, ആരും വിട്ടുകൊടുക്കത്തില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ബിഗ് ബോസ് പറയുന്നു 3 പേരും പ്ലാസ്മ ടീമിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. ആ കയറ് ഇങ്ങനെ കയ്യിൽ 3 പേരും ഇങ്ങനെ കൈ പിടിച്ചേക്കുവാണല്ലോ. ആര്യൻ നടുക്ക് നിൽക്കുന്നു, ആ കയറിന്റെ നടുക്ക് ആര്യനാണ്, ഇങ്ങേ അറ്റത്ത് സാബുമാൻ, ഇങ്ങേ അറ്റത്ത് നമ്മുടെ അനുമോള്. അപ്പം കൈ നേരെ പിടിക്കാൻ പറയുന്നു, കയറും പിടിച്ചോണ്ട്. അപ്പം അങ്ങനെ എത്ര നേരം അവരെ നിൽക്കുമെന്ന് നോക്കി. ആരുടെ കൈയാണോ താഴത്തേക്ക് പോകുന്നത് മടങ്ങുന്നത് അവർ ഡിസ്ക്വാളിഫൈ എന്നുള്ളൊരു പരിപാടിയാണ് ബിഗ് ബോസ് അവിടെ നടത്തിയത്. അപ്പം ഈ സമയത്ത് അവിടെ നിന്ന് ചെയ്യാൻ പറയുന്നുണ്ട്. ചെയ്യുന്ന സമയത്ത് ആദിലയാണ് ഇത് നോക്കേണ്ടത്, ആരുടെയാണ് കൈ താഴെ പോകുന്നത്. പക്ഷേ ആദിലയ്ക്ക് പകരം ഏറ്റവും കൂടുതൽ ഔട്ടാക്കാൻ, അല്ലെങ്കിൽ അനുമോളെ പുറത്താക്കണം, സാബുമനെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത് ലക്ഷ്മി, അക്ബർ, നെവിൻ. ലക്ഷ്മിയും നെവിനും ഒക്കെ എന്തുവാണ്, അനുമോളുടെ കൈയൊന്ന് അനങ്ങി കഴിഞ്ഞാൽ അനു ഡിസ്ക്വാളിഫൈ, അനുമോളുടെ കൈ മടങ്ങി, ഞാൻ 5 പ്രാവശ്യം കണ്ടു നമ്മുടെ കൈ മടങ്ങി എന്നൊക്കെ ലക്ഷ്മി അവിടെ കിടന്ന് കൂന്ന കണ്ടു. ഇവരാരും ശ്രദ്ധിച്ചില്ല. ലൈവ് കണ്ടവർക്കറിയാം, എപ്പിസോഡിൽ അത് വ്യക്തമായിട്ട് നമുക്ക് ഒരുപാട് നേരമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. അനുവിൻ്റെ കൈ മടങ്ങുന്നതിനെക്കാട്ടിലും മുന്നേ ആര്യൻ്റെ കൈ മടങ്ങി. ആര്യൻ പലതവണ ഒറ്റ കൈ വെച്ചിട്ടേ ആ കയറെ പിടിക്കാവുള്ളൂ. ആര്യൻ പലതവണ 2 കൈ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആര്യൻ 2 കൈ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഈ ടാസ്ക് അനുമോളെ എല്ലാവരും കൂടെ ചേർത്ത് അതിലെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ലക്ഷ്മിയൊക്കെ പറയുന്നത് കേട്ടിട്ട് അനുമോൾ ഡിസ്ക്വാളിഫൈ എന്ന് പറഞ്ഞ് അനുമോളെ പുറത്താക്കി നമ്മുടെ ആദിലക്കുട്ടി. അത് കഴിഞ്ഞിട്ട് അനുമോൾ പുറത്തു വരുന്ന സെയിം ടൈമിൽ ആര്യൻ നേരെ ഒരു കൈ, അവൻ്റെ മറ്റേ കൈ വെച്ചിട്ട് ഈ അനുമോൾ വിട്ട ഭാഗത്ത് കയറി പിടിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട പരിപാടിയാണ്. പക്ഷെ അതിനൊന്നും ആർക്കൊന്നും പറയാനില്ല. നല്ല ഒന്നാം തരം ഗ്രൂപ്പിസം അവിടെ നടക്കുന്നുണ്ടെന്ന് കൺഫേമാണ്. കാരണം അക്ബറിനും നെവിനും ആര്യൻ ജയിക്കണം, ലക്ഷ്മിക്ക് സാബുമാൻ ജയിക്കണം. ഒരു ഗ്രൂപ്പിസം കളി നല്ല കനത്ത രീതിയിൽ അവിടെ. ലക്ഷ്മിക്ക് പിന്നെ സാബുമാൻ തന്നെ ജയിക്കണമെന്നൊന്നും ഇല്ല, അത് വേറെ കാര്യം. ലക്ഷ്മിക്ക് പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും ലക്ഷ്മി ചായും, ആ ഒരു മൂഡാണ്. പക്ഷെ ഇന്ന് ലക്ഷ്മിയുടെ മൂഡ് സാബുമാൻ ജയിക്കണമെന്നായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മി സാബുമാന് വേണ്ടി നിൽക്കുന്നുണ്ട്. അക്ബറും നെവിനും കൂടെ ആര്യൻ. എന്താണെങ്കിലും ആര്യനൊക്കെ കളിച്ച് മറ്റേ ഉണ്ടല്ലോ, ആരും ഒന്നും മിണ്ടുന്നില്ല. സത്യം പറഞ്ഞാൽ ആലോചിച്ചു എന്തോ ആരും ഒന്നും മിണ്ടാത്തത്. 2 കൈ വെച്ചൊക്കെ ആരും പിടിച്ചിട്ടും ആ കയറെ കയറി പിടിച്ചിട്ടും ആർക്കൊന്നും മിണ്ടാനില്ല. ലാസ്റ്റ് അതിൽ പറയുന്നുണ്ട് അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ആര്യൻ അവിടെ നിന്ന് വിടുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അത് ഡിസ്ക്വാളിഫൈ ചെയ്യാം, പക്ഷെ അത് ചെയ്യുന്നില്ല. ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല. മണ്ടന്മാരെന്തെങ്കിലും കാണിക്കട്ടെന്നുള്ള ബ്യൂട്ടി ബിഗ് ബോസും വിട്ടു.
എന്നാൽ അതിൽ അപ്പോഴെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിച്ചു, ഡിസ്ക്വാളിഫൈ ആകുന്നില്ല. എന്താണെങ്കിലും അവസാനം ആര്യൻ്റെ കയ്യിൽ നിന്നും ആര്യനും പോയി, അവസാനം സാബുമാനാണ് ജയിക്കുന്നതെന്ന് നമ്മുടെ ആദില പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും മുട്ടം വഴക്കവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മി പുറകെ നടന്ന് ആര്യനെ ചൊറിയുക, ആര്യൻ ലൂസർ, ആര്യൻ ലൂസർ എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ആര്യൻ്റെ പുറകെ നടന്ന് ചൊറിയുന്നതൊക്കെ അവിടെ കാണാം. ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ആദില, ഷാനവാസ്, നൂറ ഇവരുടെ ആ ഒരു വഴക്ക് പ്രൊമോയിലൊക്കെ കണ്ടതാണ്, ഞാൻ ഓൾറെഡി സംസാരിച്ചതുമാണ്. വലിയൊരു വഴക്കാണത്. ഇവരുടെ മറ്റേ ഈ ആദിലയാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തതെന്നുള്ളൊരു കാര്യം ഷാനവാസിന് മനസ്സിലായി. അതിൻ്റെ പുറത്ത് ഷാനവാസ് അവിടെ കിടന്ന് ഒച്ചയും ബഹളവും, നിന്നെയൊക്കെ ഞാൻ നമ്പിയില്ലേ, നീയൊക്കെ എന്നെ 3G ആക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു കോൺവെർസേഷനോ ഒരു വഴക്കോ എന്തൊക്കെയോ അവിടെ കിടന്ന് നടക്കുന്നുണ്ട് ചുമ്മാ കുറേ നേരം. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കട്ടെ. ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ആദിലയും ലക്ഷ്മിയും കൂടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, അതൊക്കെ വലിയ കാര്യമാണ്. ആദിലയും ലക്ഷ്മിയും കൂടെ ഒക്കെ സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ട്, ഞാനാണ് പുള്ളിയെ നോമിനേറ്റ് ചെയ്തതെന്നും പറഞ്ഞാണ് പുള്ളി ഇരിക്കുന്നത്, പുള്ളി എന്താണ് ഇങ്ങനെ, പക്ഷെ ഞാനല്ല ചെയ്തത് എന്നൊക്കെ നമ്മുടെ ആദില പറയുന്നുണ്ട്. ഓവർ തിങ്കിങ് ആണ് പുള്ളി. പക്ഷെ ഓവർ തിങ്കിങ് ഒന്നുമല്ല, പുള്ളി തിങ്ക് ചെയ്തത് കറക്റ്റാണ്. പിന്നെ ലക്ഷ്മിയുടെ ഫ്രണ്ടിൽ ആദില അഭിനയിക്കുകയാണ്. ആദില നോമിനേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടതാണ്, നിങ്ങളും കണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല കറക്റ്റായിട്ട് പോയിന്റ്സ് പറഞ്ഞാണ്, കനത്ത രീതിയിലാണ് ഷാനവാസിനെ ആദില നോമിനേറ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, പുള്ളിക്ക് ഇൻഡിവിജ്വൽ ഗെയിമർ ആവണമെന്നൊക്കെ ഉണ്ട്, നിങ്ങളുമായിട്ടൊരു ഇമോഷണൽ ഒരു സാധനം കണക്റ്റഡ് ആണ് പുള്ളി, അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ നിൽക്കാൻ പറ്റാത്തത് എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്. ചിലപ്പോൾ ലക്ഷ്മിയെ മാനിപ്പുലേറ്റ് ചെയ്തതായിരിക്കാം ഷാനവാസ്. ഒരു മാനിപ്പുലേറ്റർ ഗെയിമർ ആണല്ലോ ഷാനവാസ്. ചിലപ്പോൾ ഈ ആദില നൂറയോട് മനസ്സുകൊണ്ട് ഒരു സ്നേഹം കാണും ഷാനവാസിന്, എനിക്കറിയത്തില്ല. ചിലപ്പോൾ കാണും, പറയാൻ പറ്റത്തില്ല. നമുക്ക് ആരെയും മറ്റേ കിഴിഞ്ഞ് നമുക്ക് അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണോ എന്ന് നമുക്ക് അടിച്ചുറപ്പിച്ചൊന്നും ഞാൻ പറയത്തില്ല. ചിലപ്പോൾ കാണും. ചിലപ്പോൾ പുള്ളിയുടെ ഗെയിമും ആയിരിക്കാം, ലക്ഷ്മിയെ വരെ മണ്ടിയാക്കി വിട്ടതായിരിക്കാം. അതൊക്കെ പറഞ്ഞ് എനിക്ക് അവരോട് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്നൊക്കെ പറഞ്ഞതായിരിക്കാം. ചിലപ്പോൾ ഉള്ളതായിരിക്കാം, ജെനുവിനായിരിക്കാം ഷാനവാസ്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ രാത്രി ഏകദേശം 9:15 ആകുമ്പോഴാണ് നെവിൻ കിച്ചൺ ടീമിലുള്ളതാണല്ലോ, നമ്മുടെ അനീഷേട്ടനും ഉണ്ട്. അപ്പം അവിടെ പാത്രം കഴുകുകയാണ് നെവിൻ. അപ്പം അനീഷേട്ടനോട് പറയുന്നത്, അനീഷേട്ട അത് 2 വലിയ പാത്രമുണ്ട് അനീഷേട്ട, ഇതൊന്ന് കഴുകി വെക്കുക, ബാക്കിയൊക്കെ ചെറിയ പാത്രമാണ്, ഞാൻ കഴുകിക്കോളാം. അനീഷേട്ടൻ പറയുന്നു, ശരി മോനെ ഞാൻ കഴുകി വെക്കാം എന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ അത് കഴുകുന്നുണ്ട്. ഉടനെ അവിടെ ഒരു പാത്രം കാണുന്നു, ആരോ കഴിച്ചിട്ട് കഴുകാതെ വെച്ച പാത്രം. അനീഷേട്ടൻ ചോദിക്കുന്നു ഇത് ആരുടെയാണ്? അനുമോള് പറയുന്നു നെവിൻ്റെ ആയിരിക്കും. നെവിനെ വിളിക്കുന്നു, നെവിൻ വരുന്നു. നെവിൻ പറയുന്നു ഇതെൻ്റെ അല്ല. നെവിനോട് അനീഷേട്ടൻ ചോദിച്ചു ഇത് നിൻ്റെ ആണോ? അല്ല, ഇതെൻ്റെ അല്ല അനീഷേട്ടാ എന്ന് പറഞ്ഞങ്ങ് പോകുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അനുമോള് വന്നിട്ട് പറയുന്നു ഇത് അവൻ്റെ ആണ് ചേട്ടാ. അനീഷേട്ടൻ പറയുന്നു ഇല്ല, അവൻ എന്നോട് പറഞ്ഞതാണ്, അവനല്ല, അവൻ എന്നോട് കള്ളം പറയത്തില്ല, എനിക്കവനെ ട്രസ്റ്റാണ്, ഞാൻ അവനെ വിശ്വസിക്കുന്നു എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നു. അനീഷേട്ടൻ്റെ മണ്ടത്തരമാണത്. ചിലപ്പോൾ ഗെയിം ആയിരിക്കും അനീഷേട്ടൻ്റെ, അവൻ തന്നെയാണെന്ന് മനസ്സിൽ വെച്ചിട്ട് പുറത്തേക്ക് ഞാൻ അവനെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ചെയ്തോളാം, ഞാനൊരു പാവത്താൻ, ചിലപ്പോൾ അത് തള്ളുന്നതായിരിക്കും അനീഷേട്ടൻ, പറയാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ അനീഷേട്ടൻ വിശ്വസിക്കുന്നതായിരിക്കാം ഇവനെയൊക്കെ. നമ്മുടെ മിത്രം എന്നും പറഞ്ഞ് നടന്നൊരുത്തനെ എടുത്ത് തല വെച്ച് വിശ്വസിക്കുന്നുണ്ട്, ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, എന്തിനോ എന്തോ അതുപോലെ വിശ്വസിക്കുന്നതാണ് ഇവനെ. പക്ഷെ അവനാണ് പാത്രം കഴുകാതെ വെച്ചത്. അത് രാത്രിയിൽ ലക്ഷ്മിയുടെ കൂടെ ഇരിക്കുമ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഞാനാണ് ചെയ്തത്, ഞാൻ കഴുകിയില്ല, പക്ഷെ ഞാനത് കഴുകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പെട്ടെന്ന് ഞാൻ വേറെന്തോ ഒരു കാര്യം, ഞാൻ കാപ്പിയുടെ കാര്യമോ, എൻ്റെ കണ്ണ്, എൻ്റെ ചിന്ത, എൻ്റെ മൈൻഡ് അങ്ങോട്ടേക്ക് പോയി, കട്ടൻ കാപ്പിയുടെ പുറകെ, ഞാൻ അപ്പോൾ അതിൻ്റെ പുറകെ പോയതാണ്, എനിക്ക് കഴുകാൻ പറ്റിയില്ല. പിന്നെ അനീഷേട്ടൻ ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എൻ്റെ അല്ല എന്ന്, പക്ഷേ എൻ്റെ ആണെന്നൊക്കെ ലക്ഷ്മി എടുക്കാൻ സമ്മതിക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ലക്ഷ്മിക്ക് പിന്നെ നല്ല കാര്യമാണ് കേട്ടോ അനീഷിനെ. കാരണം ലക്ഷ്മി നെവിനോട് പറയുന്നുണ്ട് പുള്ളി പാവം, പുള്ളി നിന്നെ ട്രസ്റ്റ് ചെയ്തു, നീ പറഞ്ഞത് കൊണ്ട് മറ്റാരും പറഞ്ഞിട്ട് പുള്ളി വിശ്വസിക്കുന്നില്ല എന്നൊക്കെ ലക്ഷ്മി. അത് സത്യം പറഞ്ഞ ഒരു കോംപ്ലിമെൻ്റ് ആണ് അനീഷേട്ടൻ നെവിനോട് ചോദിച്ചു, നെവിൻ്റെ അല്ല എന്ന് പറഞ്ഞു. വേറെ ആര് പറഞ്ഞാലും ഇനി അനീഷ് വിശ്വസിക്കത്തില്ല, നെവിൻ തന്നെ പറയണം. ആ ഒരു മൂടൊക്കെ അനീഷ് എടുത്തതായിട്ടാണ് അനീഷ് പുറത്തേക്ക് വിടുന്നത്. പക്ഷെ എപ്പോഴും അനീഷേട്ടൻ അങ്ങനെ ആയിരിക്കുമോ അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. മനുഷ്യനാണ്. ചിലപ്പോൾ പുള്ളിയുടെ ഗെയിം ആയിരിക്കാം അത്, ഒരു സഹതാപക്കാട്. അല്ല, അത് പുള്ളി ഇറക്കിയിട്ടുണ്ടെങ്കിൽ കളിക്കട്ടെ പുള്ളി, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പുള്ളി സഹതാപക്കാട് എടുത്തത് തെറ്റാണ്, അങ്ങനെ കളിക്കാൻ പാടില്ല, ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ല. പുള്ളി കളിക്കട്ടെ, പുള്ളി ഏത് കാർഡ് വേണമെങ്കിലും എടുത്ത് കളിക്കട്ടെ. പുള്ളി ഗെയിമറാണോ, പുള്ളി കണ്ടന്റ് കൊടുക്കുന്നുണ്ടോ, അത്രയും ഞാൻ നോക്കുന്നുള്ളൂ. പിന്നെ തെമ്മാടിത്തരം കാണിക്കാതിരിക്കുക. പുള്ളി അങ്ങനെ തെമ്മാടിത്തരം ഒന്നും കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ആരുടെയും വീട്ടുകാരെ പറയാറില്ല, എടി ബോഡി വാടി വിളി കളിക്കാറില്ല. പുള്ളി ഇച്ചിരി മിസ്ലീഡ് ചെയ്യിക്കും, ഇച്ചിരി കള്ളത്തരങ്ങൾ പറയും. അതൊക്കെ ഇല്ലാതെ അതിനകത്ത് നിൽക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. എന്താണെങ്കിലും ഇതൊക്കെയാണ്. പിന്നെ ലക്ഷ്മിയും നമ്മുടെ നെവിനും കൂടെ രാത്രി നടന്ന് കുറേ നേരം കഥ പറയുന്നുണ്ട്. ആദില നൂറ ഇങ്ങനെ ഇരുന്ന് രാത്രിയിൽ
ആരും കേൾക്കാത്ത രീതിയിലാണ് രണ്ടും കൂടെ കുറെ നേരമായിട്ട് സംസാരിക്കുന്നത്. അനുമോൾ കുറെ നേരമായിട്ട് കിച്ചണിൽ തന്നെ കിടപ്പുണ്ട്. ഇതൊക്കെയാണ് അവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും പാതിരാത്രിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പോയി നോക്കട്ടെ ഇനി എന്തെങ്കിലുമൊക്കെ അവിടെ ലൈവിൽ നടക്കുന്നുണ്ടോ എന്ന്, രാത്രിയിൽ ആരെങ്കിലും കുത്തിയിരുന്ന് എന്തെങ്കിലും കഥ പറയുന്നുണ്ട് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും അടുത്ത വീഡിയോയിൽ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മുടെ കമന്റ് ബോക്സിന്റെ അവിടെ ഹൈപ്പ് വീഡിയോ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക.